സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകണം. ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ സിറ്റി. അപരനോടുള്ള തുറവിയുടെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നതെന്നും അതിനാൽ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകണമെന്നും ഫ്രാൻസിസ് പാപ്പ UK വംശജനും എഴുത്തുകാരനുമായ ഓസ്റ്റിൻ ഐവറിയുടെ ഫസ്റ്റ് ബിലോങ് ടു ഗോഡ് എന്ന പുതിയ ഗ്രന്ഥത്തിന് എഴുതിയ ആമുഖക്കുറിപ്പിലാണ് ഇക്കാര്യം ഫ്രാൻസിസ് പാപ്പ കുറിച്ചിരിക്കുന്നത്. ജീവിതം യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ സഹജീവികളോടുള്ള തുറവി ആവശ്യമാണെന്നും അതിന് നമ്മെ പ്രചോദിപ്പിക്കുന്നത് ജീവിതമെന്ന സമ്മാനം പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണെന്നുമുള്ള ബോധ്യമാണെന്നും പാപ്പ എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ മൂർധന്യതയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് തൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ദൈവം നേടിത്തന്ന പോരാട്ട വിജയമാണ്. എന്നാൽ ഇന്നും ലൗകികമായ പ്രലോഭനങ്ങൾ ഉണ്ട്. നമ്മിൽ തന്നെ ഒതുങ്ങിക്കൂടുവാനും ജീവിതമെന്നാൽ പരമാധികാരവും സ്വയം പര്യാപ്തതയുമാണെന്ന മിഥ്യാധാരണ നമ്മിൽ ഉടലെടുക്കുവാൻ കാരണമാകുന്നു. ഈ പ്രലോഭനങ്ങൾക്കെതിരെ പോരാടുവാൻ സഭ നൽകുന്ന കൃപയുടെ നീർച്ചാലുകളായ കൂദാശയുടെ പരികർമ്മങ്ങളും മറ്റു ഭക്താനുഷ്ഠാനങ്ങളും സഹായകരമാണ്. ഇപ്രകാരം ദൈവിക കൃപയിൽ ആശ്രയം വച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യർ. സഹജീവികളോടുള്ള കരുണാർദ്രമായ സ്നേഹം ദൈവിക ശിക്ഷണത്തിൻ്റെ ഭാവമാണ്. അതിനാലാണ് തൻ്റെ പത്രോസിനടുത്ത അജപാലന ശുശ്രൂഷയിൽ കുടിയേറ്റ പ്രശ്നങ്ങളും പൊതുഭവനത്തിൻ്റെ തകർച്ചയുമെല്ലാം ഏറ്റെടുക്കാൻ താൻ തയ്യാറായത്. കൃപയുടെ നീർച്ചാലുകളുടെ തുറവി താൻ പ്രഥമമായി ദൈവത്തിന് സ്വന്തമാണെന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഉടലെടുക്കുന്നതെന്നും പാപ്പ അനുസ്മരിച്ചു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.